ഞെട്ടിക്കുന്നതാണ് ബുധനാഴ്ച കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നടന്നത്. ഡ്യൂട്ടിയിലായിരുന്ന ഡോക്ടർക്ക് വെട്ടേറ്റു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച കുട്ടിയുടെ അച്ഛനാണ് ചികിത്സാ പിഴവ് ആരോപിച്ച് കൊടുവാൾ കൊണ്ട് ഡോക്ടർ ടി.പി. വിപിനെ വെട്ടിയത്. വെട്ടേറ്റ ഡോക്ടർക്ക് കുട്ടിയുടെ ചികിത്സയിൽ നേരിട്ട് പങ്കൊന്നും ഉണ്ടായിരുന്നില്ല. മകൾ നഷ്ടപ്പെട്ട അച്ഛന്റെ വേദനയ്ക്ക് പരിധിയില്ല എന്നത് ശരി തന്നെ. എങ്കിലും താമരശ്ശേരിയിൽ നടന്ന സംഭവം ആശങ്ക ഉളവാക്കുന്ന ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. 2023 മെയ് 10 പുലർച്ചെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസ് കുത്തേറ്റ് മരിച്ചതിനു ശേഷം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു. കേരളത്തിൽ ആദ്യമായായിരുന്നു ഒരു ഡോക്ടർ ആശുപത്രിയിൽ വെച്ച് കൊല്ലപ്പെടുന്നത്. ഈ കൊലപാതകം നടന്ന് ഒരാഴ്ചയ്ക്കകം ആശുപത്രി സുരക്ഷാബലിന് മന്ത്രിസഭ അംഗീകാരം നൽകി. പക്ഷെ തുടർന്ന് ചെയ്യേണ്ട ഒന്നും ചെയ്തില്ല എന്നതിന്റെ തെളിവാണ് താമരശ്ശേരിയിൽ നടന്ന സംഭവം. പക്ഷെ സംവിധാനത്തിന്റെ തകർച്ചയെ മാത്രം പഴിപറഞ്ഞ് കൈകഴുകിയിരിക്കാനാകില്ല. സോഷ്യൽ മീഡിയ വഴി അതിവേഗം പ്രചരിക്കുന്ന വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം, പവിത്രമായിരുന്ന ഡോക്ടർ രോഗി ബന്ധത്തിന് വന്ന അപജയം, വൈദ്യശാസ്ത്രം പഠിച്ച ഡോക്ടർ അവിടെ നിൽക്കട്ടെ, സോഷ്യൽ മീഡിയ അല്പജ്ഞാനിയായ ഞാൻ പറയാൻ കാര്യങ്ങൾ എന്ന മനോഭാവം, അപക്വമായ മാധ്യമ വിചാരണ, ആൾക്കൂട്ടത്തിൽ ഒളിച്ചു പുറത്തുവിടുന്ന അക്രമവാസന, നിയമവ്യവസ്ഥയിലും നീതിപീഠങ്ങളിലുമുള്ള വിശ്വാസമില്ലായ്മ, വർദ്ധിച്ചു വരുന്ന ആശുപത്രി ചെലവ്, ബഹുജന നേതൃത്വത്തിന്റെ വിവേകമില്ലായ്മ തുടങ്ങി എത്രയോ കാരണങ്ങൾ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ഉണ്ടാകുന്ന അക്രമങ്ങൾക്ക് പിറകിൽ ചൂണ്ടിക്കാണിക്കാനുണ്ടാകും. ഒന്നുകിൽ കളരിക്ക് പുറത്ത്, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് എന്ന പഴയ ചൊല്ല് പുതിയ കാലത്തെ സോഷ്യൽ മീഡിയയ്ക്കാണ് ഏറ്റവും യോജിക്കുക. ഒന്നുകിൽ വെട്ടിയയാളെ അടപടലം പിന്തുണച്ച്, അല്ലെങ്കിൽ ഡോക്ടർമാരെ മുച്ചൂടും എതിർത്ത്. അതാണ് സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നത്. പോരാത്തതിന് വെറുപ്പിന്റെ ക്രൂരമായ വാക്കുകളാണ് വിഷം ചീറ്റി പുറത്തു വരുന്നത്. തികച്ചും ഏകപക്ഷീയവും അക്രമാസക്തവുമായ പ്രതികരണങ്ങൾ. വസ്തുതകളുടെ സൂക്ഷ്മമായ വിലയിരുത്തലില്ല, ഔചിത്യം തൊട്ടുതേച്ചിട്ടില്ല, ആക്രോശങ്ങൾ മാത്രം. ഇന്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ വെച്ച് എല്ലാറ്റിന്റെയും അവസാന വാക്ക് തങ്ങളാണെന്ന് കരുതുന്നവരുടെ എണ്ണം കൂടി വരുന്നതും എരുതിയിൽ എണ്ണയൊഴിക്കുന്നുണ്ട്. ഇതിന് ചൂട്ടുപിടിക്കുന്നതാണ് ഇതേ മനോഭാവത്തോടെ അറിവില്ലായ്മയും അപക്വതയും ചേർത്ത് ചില മാധ്യമങ്ങൾ നടത്തുന്ന വിചാരണകൾ. ഒരു രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതെല്ലാം ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ആശുപത്രികളുടെയും കുഴപ്പമാണെന്ന മുൻവിധി ഏറി വരുന്നതും അക്രമ സംഭവങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് പരമ്പരാഗത ഡോക്ടർ രോഗി ബന്ധത്തിൽ വന്ന തകർച്ച. രോഗികളോടും പരിചാരകരോടും ഒന്നും പറയേണ്ടതില്ലെന്ന ചില ഡോക്ടർമാരുടെ ധാർഷ്ട്യവും, ഡോക്ടർ പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറാകാത്ത രോഗിയും പരിചാരകരും പ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്നു. ഇക്കാര്യത്തിൽ IMA പോലുള്ള പ്രൊഫഷണൽ സംഘടനകൾക്കും കാര്യമായി ചെയ്യാൻ കഴിയും. തനിക്ക് ലഭിക്കുന്ന ചികിത്സയെക്കുറിച്ചും താൻ കഴിക്കുന്ന മരുന്നുകളെക്കുറിച്ചും അറിയുക എന്നത് രോഗിയുടെ അവകാശമാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് അറിവും പരിചയസമ്പത്തുമുള്ള ഡോക്ടറുടെ വാക്കുകളെ വിശ്വാസത്തിലെടുക്കുക എന്നതും. ഇന്റർനെറ്റും മറ്റും നൽകുന്ന യാഥാർത്ഥ്യമല്ലാത്ത പ്രതീക്ഷകൾ നിരാശയിലേക്കും അക്രമത്തിലേക്കും നയിക്കാറുണ്ട്. സംവിധാനത്തിലെ പോരായ്മകളും സംഘർഷത്തിന് കാരണമാകുന്നു. ഡോക്ടർമാരുടെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും എണ്ണത്തിലുണ്ടാകുന്ന കുറവ് ചികിത്സയുടെ ഗുണമേന്മയെ പ്രതികൂലമായി ബാധിക്കും. അധിക സമ്മർദ്ദത്തിന് അടിപ്പെട്ട് ജോലി ചെയ്യേണ്ടി വരുന്നവർക്ക് സ്വന്തം ജീവനും കാക്കണമെന്ന അവസ്ഥ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നിടത്തെത്തിക്കും. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ സർക്കാർ ഇനിയെങ്കിലും പൂർണ്ണ മനസ്സോടെ പ്രവർത്തിക്കണം. നിയമം കർശനമാക്കണം. ആശുപത്രികളിലെ സൗകര്യം മെച്ചപ്പെടുത്തണം. ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണത്തിലുള്ള കുറവ് നികത്തണം. അതുപോലെ ആരോഗ്യ പ്രവർത്തകരും മാറിയ കാലത്തിനനുസരിച്ച് പക്വതയോടെ രോഗികളും പരിചാരകരുമായി ഇടപെടണം. ഇരു കൂട്ടർക്കുമിടയിൽ വ്യക്തമായ ആശയവിനിമയം നടക്കണം. സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വഷളാകാതെ നോക്കാൻ സാമൂഹ്യ പ്രവർത്തകരും ജനപ്രതിനിധികളും നേതാക്കളും കരുതലോടെ ഇടപെടണം. ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും മഹത്തായ സേവനമാണ് ചെയ്യുന്നത്. തങ്ങൾ ചികിത്സിക്കുന്ന രോഗിയുടെ ജീവൻ നഷ്ടപ്പെടാൻ ബോധപൂർവം ആരും ആഗ്രഹിക്കില്ലല്ലോ. ബോധപൂർവമായ തെറ്റുകളുണ്ടായാൽ നിയമവ്യവസ്ഥ കർശനമായി ഇടപെടണം. ഓരോ രോഗിയുടെയും ജീവൻ വിലപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് ആരോഗ്യ പ്രവർത്തകരുടെ ജീവനും എന്ന കാര്യം ആരും മറക്കരുത്.